2026 ജനുവരി 28 സിറാജ് എഡിറ്റോറിയൽ. ട്രംപിന്റെ സ്വന്തം സമാധാന പദ്ധതി. ഗസയെ മുൻനിർത്തി ഏറെ ആഗോള പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്ന രാഷ്ട്രീയ പദ്ധതിക്കാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിൽ ബോർഡ് ഓഫ് പീസ് സമാധാന സമിതി എന്ന പേരിൽ ട്രംപ് പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര സമിതിയെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ വാർത്തകളിൽ നിറയുകയാണ്. ഗസ വെടിനിർത്തലിനായി ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയിലെ ഒരിനമായിരുന്നു സമാധാന സമിതി രൂപവൽക്കരിക്കുമെന്നത്. നവംബർ 17 UN രക്ഷാസമിതി പാസാക്കിയ 2803 പ്രമേയത്തിൽ ഇതു സംബന്ധിച്ച് പരാമർശമുണ്ട്. US മുൻകൈയിലാണ് ഈ പ്രമേയം വന്നത്. സംയുക്ത സൈന്യം രൂപവൽക്കരിക്കുമെന്നും ഗസയുടെ ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ വിദഗ്ധരെ ഉൾക്കൊള്ളിച്ച് ഇടക്കാല സംവിധാനം ഉണ്ടാക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും ഒരു ദിവസം പോലും ഇസ്രായേൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ആക്രമണം അയച്ചുവിടാതിരുന്നിട്ടില്ല. ദിനംപ്രതി മനുഷ്യരെ കൊന്നുകൊണ്ടേയിരിക്കുന്നു. ദുരിതാശ്വാസ സാമഗ്രികൾ ഇപ്പോഴും അതിർത്തിയിൽ കെട്ടിക്കിടക്കുകയാണ്. ബന്ദികളെ വിട്ടുകിട്ടാനുള്ള തന്ത്രം മാത്രമായിരുന്നു ഇസ്രായേലിന് വെടിനിർത്തൽ. ട്രംപിനാകട്ടെ സമാധാനത്തിന്റെ പതാകവാഹകനായി സ്വയം അവതരിക്കാനുള്ള മാർഗവും. ഫലസ്തീനിലെ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താത്ത ഗസ പ്ലാൻ US-ന്റെ അധികാര കേന്ദ്രീകരണ നീക്കങ്ങളുടെ ഏറ്റവും നിർണായക പരീക്ഷണമായി മാറുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. 20 ഇന സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടമെന്നും ഗസ പുനർനിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനുള്ള സംവിധാനമെന്നുമാണ് ബോർഡ് ഓഫ് പീസിനെ ട്രംപ് ദാവോസിൽ വിശേഷിപ്പിച്ചത്. ബോർഡിലെ സാധാരണ അംഗത്വത്തിന് 3 വർഷമാണ് കാലാവധി. സ്ഥിരാംഗത്വം നേടുന്നവർ $1 ബില്യൺ നൽകണം. നിലവിൽ എക്സിക്യൂട്ടീവ് ബോർഡിൽ UK മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രംപിന്റെ മരുമകനും ഉപദേഷ്ടാവുമായ ജയർഡ് കുഷ്നർ എന്നിവർ ഉൾപ്പെടുന്നു. ട്രംപ് ആയിരിക്കും വീറ്റോ അധികാരമുള്ള ചെയർമാൻ. യുദ്ധക്കുറ്റങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ICC അറസ്റ്റ് വാറണ്ടുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ബോർഡിൽ ഉൾപ്പെടുന്നു. ഗസക്ക് വേണ്ടിയെന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടെങ്കിലും ബോർഡ് ഓഫ് പീസ് സംബന്ധിച്ച ചാർട്ടറിൽ ഗസയെക്കുറിച്ച് പരാമർശിക്കുന്നേയില്ല. ചെയർമാനെ മാറ്റാൻ 2 സാധ്യതകളാണ് ചാർട്ടർ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, സ്വയം ഒഴിയുക. അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ബോർഡ് ഏകകണ്ഠമായി ചെയർമാനെ നീക്കാനായി വോട്ട് ചെയ്യുക. ഇപ്പോഴത്തെ നിലയിൽ ട്രംപിനെ നീക്കാൻ സാധിക്കില്ലെന്ന് ചുരുക്കം. മറ്റെല്ലാവരും ഒരുമിച്ചാലും നെതന്യാഹു കൈവിടില്ലല്ലോ. തുടക്കത്തിലെ പാളിയ പരീക്ഷണമായി ബോർഡ് ഓഫ് പീസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. UN-ന് ബദലായി അമേരിക്ക രൂപപ്പെടുത്തുന്ന അന്താരാഷ്ട്ര സംവിധാനത്തിന്റെ പ്രാഥമിക രൂപമാണ് ബോർഡ് ഓഫ് പീസ് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ലോകത്തുള്ള ഏത് തർക്കത്തിലും ഇടപെടാനും തങ്ങളുടെ താൽപര്യമനുസരിച്ചുള്ള പരിഹാരം അടിച്ചേൽപ്പിക്കാനുമുള്ള ഏർപ്പാടായി ബോർഡ് ഓഫ് പീസ് മാറും. എല്ലാ അർത്ഥത്തിലും തന്നോടൊപ്പം നിൽക്കുന്നവരെ സുപ്രധാന സ്ഥാനങ്ങളിൽ അവരോധിച്ച് സ്വന്തം അന്താരാഷ്ട്ര സമിതി രൂപവൽക്കരിക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം. UN രക്ഷാസമിതിയുടെ അംഗീകാരത്തോടെയാണ് ബോർഡ് ഓഫ് പീസ് നിലവിൽ വരുന്നതെന്ന് വൈറ്റ് ഹൗസ് അവകാശപ്പെടുന്നുണ്ട്. കൗശലപൂർണമായ പ്രതിച്ഛായ നിർമ്മിതിയാണ് നടന്നത്. ഗസക്കായി രൂപവൽക്കരിക്കുമെന്ന് പറഞ്ഞ സമാധാന സമിതിയെ അല്ല ഇപ്പോൾ ട്രംപിന്റെ അടുപ്പിൽ വേവുന്ന സമിതി. ചൈനയും റഷ്യയുമടക്കം 50 രാജ്യങ്ങളെ സമാധാന സമിതിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യക്കും പാകിസ്ഥാനുമൊക്കെ ക്ഷണമുണ്ട്. പലരും സമ്മതമറിയിച്ചിട്ടില്ല. കുറെ രാജ്യങ്ങൾ ചേരില്ലെന്ന് നിലപാടറിയിച്ചിട്ടുമുണ്ട്. നേരത്തെ സന്നദ്ധത അറിയിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ പിൻവാങ്ങുന്നുമുണ്ട്. അൽബേനിയ, അർജന്റീന, അർമേനിയ, അസർബൈജാൻ, ബഹ്റൈൻ, ബെലറൂസ്, ബൾഗേറിയ, ഈജിപ്ത്, ഹംഗറി, ഇന്തോനേഷ്യ, ഇസ്രായേൽ, ജോർദാൻ, കസാക്കിസ്ഥാൻ, കൊസോവോ, മംഗോളിയ, മൊറോക്കോ, പാകിസ്ഥാൻ, പരാഗ്വേ, ഖത്തർ, സൗദി അറേബ്യ, തുർക്കിയ, UAE, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളാണ് ചേരുമെന്ന് അറിയിച്ചിട്ടുള്ളത്. $100 കോടി കൊടുത്ത് സ്ഥിരാംഗത്വം നേടാൻ ആരും തയ്യാറായിട്ടില്ല. ഉക്രൈൻ വിഷയത്തിൽ ട്രംപ് കൈക്കൊള്ളുന്ന ഏകപക്ഷീയ നിലപാടിൽ പ്രതിഷേധിച്ച് UK, ഫ്രാൻസ്, നോർവേ, സ്വീഡൻ, സ്ലോവേനിയ എന്നിവ വിട്ടുനിൽക്കുകയാണ്.
ബോർഡിന്റെ ചാർട്ടർ ഗസയുടെ ഏക ചട്ടക്കൂടിനപ്പുറത്തേക്ക് പോകുന്നുവെന്നും ഐക്യരാഷ്ട്രസഭയുടെ തത്വങ്ങളെയും ഘടനയെയും സംബന്ധിച്ച് ഗുരുതര ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കുന്നു. അതിനിടയ്ക്ക് കാനഡയ്ക്ക് നൽകിയ ക്ഷണം ട്രംപ് പിൻവലിക്കുകയും ചെയ്തു. ദാവോസ് ഉച്ചകോടിയിൽ ട്രംപിന്റെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കൽ പദ്ധതിയെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി രൂക്ഷമായി വിമർശിച്ചതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾ എല്ലാ വശവും പരിഗണിച്ച് മാത്രമേ ബോർഡ് ഓഫ് പീസിൽ ചേരാവൂ. എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും UN-ന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. WHO അടക്കമുള്ള എല്ലാ അന്താരാഷ്ട്ര സമിതികളിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന അമേരിക്കയുടെ ദുഷ്ടലാക്ക് ലോകം തിരിച്ചറിയണം. കുത്തിത്തിരിപ്പ് നടത്താനായി ഒരു സമിതിയുണ്ടാക്കി സമാധാന സമിതി എന്ന ലേബലൊട്ടിച്ചിട്ട് എന്തു കാര്യം?